BIJU ഓൺലൈൻ ക്ലാസ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുന്നത് നദികൾ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. നദികളിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് സൗത്ത് ഇന്ത്യൻ റിവറിലാണ്. സൗത്ത് ഇന്ത്യൻ റിവറിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈസ്റ്റ് ഫ്ലോയിങ് പെനിൻസുലാർ റിവേഴ്സാണ്, അല്ലെങ്കിൽ ഈസ്റ്റ് ഫ്ലോയിങ് സൗത്ത് ഇന്ത്യൻ റിവേഴ്സാണ്. ഈസ്റ്റ് ഫ്ലോയിങ് സൗത്ത് ഇന്ത്യൻ റിവേഴ്സിലെ പ്രീവിയസ് ക്ലാസ്സസ് ഗോദാവരി ആയിരുന്നു, കൃഷ്ണയാണ്, കാവേരി കഴിഞ്ഞു. ഇനി ഒന്നുകൂടെയുള്ളൂ ഈ ക്ലാസ്സിലെ മഹാനദിയാണത്. മഹാനദി നദികളെക്കുറിച്ചുള്ള പ്രീവിയസ് വീഡിയോ കൂടെ കാണുക, എന്നാൽ മാത്രമേ ടോപ്പിക്ക് പൂർണ്ണമാവുകയുള്ളൂ. ഇത് കൃത്യമായി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. ഓക്കെ, മഹാനദി നോക്കാം. മഹാനദി എന്ന് പറയുന്നത് ഇന്ത്യയിലെ സൗത്ത് ഇന്ത്യൻ റിവേഴ്സിന് വളരെ പ്രകടമായ ഒരു വ്യത്യാസം ആദ്യം പറയാം. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കാത്ത പെനിൻസുലാർ റിവർ. പെനിൻസുലാർ റിവർ വിച്ച് നോട്ട് ഒറിജിനേറ്റ് ഫ്രം വെസ്റ്റേൺ ഘട്ട് ഈസ് മഹാനദി. ഒരു ഗ്രൂപ്പിൽ വരുന്ന, കിഴക്കോട്ടൊഴുകുന്ന ഒരു ഗ്രൂപ്പിൽ വരുന്ന 4 നദികളിൽ ഒന്ന് പശ്ചിമഘട്ടത്തിൽ നിന്നല്ല, അത് മഹാനദിയാണ്. മഹാനദി ഉത്ഭവിക്കുന്നത് ഛത്തീസ്ഗഡിലെ മൈക്കല റേഞ്ചിൽ നിന്നാണ്. മൈക്കല റേഞ്ച്, മൈക്കല പർവ്വതത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. മൈക്കല ഇത് ഛത്തീസ്ഗഡിലാണ്. അപ്പോൾ മഹാനദി ഉത്ഭവിക്കുന്നത് മൈക്കല പർവ്വതത്തിൽ നിന്ന്. അപ്പോൾ ഒഴുകുന്ന ആദ്യത്തെ സംസ്ഥാനം ഛത്തീസ്ഗഡ്. അത് കഴിഞ്ഞ് കൂടുതൽ ദൂരം ഒഡീഷയിൽ കൂടെ ഒഴുകുന്നു. ഒഡീഷയുടെ പ്രധാന നദിയാണ് മഹാനദി. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് മഹാനദി. മഹാനദി ഒഡീഷയിൽ വെച്ചാണ് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത്. ഇത് മഹാനദിയുടെ മറ്റൊരു പ്രത്യേകത, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുഡ് ഡാം ഒഡീഷയിലാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ, ഈ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലേക്ക് മാറുമ്പോൾ ഒരു ചെറിയ മോഡിഫിക്കേഷൻ വരുന്ന, ദ ലോങ്സ്റ്റ് മെയിൻ സ്ട്രീം ഡാം ഇൻ ദ വേൾഡ് എന്നാണ് ക്വസ്റ്റ്യൻ. ദ ലോങ്സ്റ്റ് മെയിൻ സ്ട്രീം ഡാം, അതായത് ഒരൊറ്റ നദിയിൽ വരുന്ന ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കുഡ് അണക്കെട്ട്. ഹിരാക്കുഡ് അണക്കെട്ടിൻ്റെ നീളം 4.8 കിലോമീറ്റർ, അതായത് 4800 മീറ്ററാണ് ഹിരാക്കുഡ് അണക്കെട്ടിൻ്റെ നീളം. ഇനി ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണെന്ന് ചിലപ്പോൾ ചോദിക്കാം. ഒഡീഷയിൽ ഹിരാക്കുഡ് അണക്കെട്ട് എവിടെയാണ്? ഇപ്പോൾ ചോയ്സിൽ കട്ടക്, ഭുവനേശ്വർ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഡൗട്ട് വരും. ജംബൽപൂർ എന്ന സ്ഥലത്താണ് ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ജംബൽപൂർ, ഒഡീഷയിലെ ജംബൽപൂർ എന്ന സ്ഥലത്താണ് ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട്. ഇനി മഹാനദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മഹാനദിക്ക് കൂടുതൽ പോഷക നദികളില്ല, എങ്കിലും ഉള്ള ചില പോഷക നദികളിൽ പ്രധാനപ്പെട്ടതാണ് ഇബ്, ഉങ്ക്, ടെല്ല്, ഷിയോനാദ്. ഇബ്, ഉങ്ക്, ടെല്ല്, ഷിയോനാദ്, ഈ 4 നദികളാണ് മഹാനദിയുടെ പോഷക നദികളായി പറയുന്നത്. മഹാനദിയിലെ പ്രോജക്റ്റ് നമ്മൾ പറഞ്ഞ ഹിരാക്കുഡ് മാത്രമാണുള്ളത്. ഒഡീഷയുടെ ദുഃഖം എന്ന് അറിയപ്പെടുന്ന നദിയാണ് മഹാനദി. മഹാനദിയുടെ ടോപ്പിക്കൂടെ ആകുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ റിവർ സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളുമായി, അതായത് സൗത്ത് ഇന്ത്യയിലെ ഇനി ഒരു ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ, അത് പടിഞ്ഞാറോട്ടൊഴുകുന്ന, അതായത് വെസ്റ്റ് ഫ്ലോയിങ് പെനിൻസുലാർ റിവർ. പ്രതീക്ഷിക്കുക, അടുത്ത സെക്ഷൻ വെസ്റ്റ് ഫ്ലോയിങ് പെനിൻസുലാർ റിവേഴ്സ് ആണ്. നർമ്മദ, താപ്തി, ലുണി, മഹി, സബർമതി എന്നീ നദികൾ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അത് കാണാം. കൃത്യമായി എല്ലാവരും വീഡിയോ കാണുമെന്ന് ശ്രദ്ധിക്കുന്നു.